morning everyone, I am Anshita Sen and I am going to present a seminar on the topic Definition and Scope of Management Accounting. Definition of Management Accounting. According to Robert Anthony, management accounting is concerned with accounting information which is useful to management. Management accounting simply means the accounting for management. Management accounting എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻസ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇനി ഞാനത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിംഗ്. സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഫസ്റ്റ് പോയിന്റ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് വെച്ചാല് അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫോർമേഷൻസ് എന്ന് വെച്ചാൽ അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ടൂൾസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾസ് എല്ലാം അത് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ് എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്ലാൻസ്, പോളിസീസ്, ഗോൾസ് എല്ലാം ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടിയിട്ട്, അതായത് ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന പ്ലാൻസും പോളിസീസും എല്ലാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ യൂസ് ചെയ്തിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് മാനേജ്മെന്റിനെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ പോയിന്റ് ആണ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഡാറ്റ, കോമൺ സെൻസ് സ്റ്റേറ്റ്മെന്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് വെച്ചാല് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആയിട്ടുള്ള ഗെയിം തിയറി, ക്യൂയിങ് തിയറി എല്ലാം യൂസ് ചെയ്തിട്ടാണ് മാനേജ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ടോപ്പിക്കാണ് ഓഫീസ് സർവീസസ്. ഓഫീസ് സർവീസസ് പറഞ്ഞാല് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് ആ ഓർഗനൈസേഷനിലുള്ള ഡാറ്റ ഫയലിങ്ങും ഡാറ്റ കോപ്പി എന്നുള്ള എല്ലാ സർവീസസും, ഓഫീസ് സർവീസസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്.